അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ. രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്നൊന്ന് താലൂക്ക് വരെ പോകണമായിരുന്നു. അപ്പം ഞാൻ ഇവിടുന്ന് അടിമാലി ചെന്നിട്ട് വേണം പിന്നെ അവിടെ നിന്ന് പോകാൻ. അടിമാലി എത്തിയപ്പോഴത്തേക്ക് അനിയത്തി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് അമ്മയ്ക്ക് വരാൻ പറ്റില്ല. അപ്പം ഞാനും അനിയത്തിയും കൂടെ പോകുന്നത്. അപ്പോൾ കറക്റ്റ് ഞങ്ങൾക്ക് ഇതാ ഫ്രീ ആയിട്ടാണ് ഇന്ന് മൂന്നാർ വരെ പോകുന്നത്. പോകുന്ന വഴിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് സ്നാക്കൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വർത്താനമൊക്കെ പറഞ്ഞ് മൂന്നാർ എത്തിയത് അറിഞ്ഞില്ല കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അടിമാലിയാണ് സ്ഥലം ഉണ്ടായിരുന്നത്. ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ ഞങ്ങൾ കോതമംഗലത്തേക്ക് മാറിയിട്ട്. അപ്പോൾ അതുകൊണ്ട് എന്താവശ്യം ഉണ്ടെങ്കിലും തിരിച്ച് അടിമാലി തന്നെ വേണം പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ മൂന്നാർ എത്തി. അവിടെ നിന്ന് ജീപ്പിനാട്ടോ ഞങ്ങൾ ദേവികുളം പോകുന്നത്. ജീപ്പ് കൊണ്ട് ബസ്സുണ്ട്, നമുക്ക് എളുപ്പം ജീപ്പാണല്ലോ, ഇതൊക്കെ ഒരു വൈബാണല്ലോ. അങ്ങനെ താലൂക്കിലെത്തി. അവിടെ ചെന്ന് അവിടുത്തെ പരിപാടികൾ കുറച്ച് സമയം ഞങ്ങൾ പോസ്റ്റ് ആയിരുന്നെങ്കിലും അവിടെ ഇരുന്ന് പിന്നെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി കേട്ടോ. ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യമേ കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നോക്കിക്കഴിഞ്ഞപ്പോൾ നല്ല കോട, ഫുള്ള് കോടയായിട്ട് മൊത്തം മൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇടുക്കി എത്ര കാടാണ്, പട്ടിക്കാടാണെന്ന് പറഞ്ഞാലും ഈ ഒരു ഫീല് വേറെ എവിടെയും കിട്ടില്ല കേട്ടോ. മുന്നേക്ക് ഇടുക്കിയിലാണ് വീടെന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും ആഹാ നിങ്ങൾക്ക് വള്ളി തൂങ്ങി ഇറങ്ങാലോ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കരുത്. പക്ഷേ ഈ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് ആൾക്കാർ എവിടെ നിൽക്കുക വരിക. നമ്മളവിടെ നിന്ന് പിന്നെയും വീണ്ടും തിരിച്ച് മൂന്നാറിലേക്ക് എൻ്റെ ബസ് കയറിയിട്ട് പോകുന്ന വഴിക്കൊക്കെ നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് മൂന്നാർ ഇറങ്ങി നമ്മളിതാ ഈ ചായ ബസ്സാറിന്ന് പോയി ചായ കുടിക്കില്ല. എപ്പോഴും മൂന്നാർ പോകുമ്പോൾ ചായ അവിടെ നിന്നാട്ടോ കുടിക്കാറ്. സ്നാക്കൊക്കെ വാങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെയുള്ള ചേട്ടൻ ഫുഡ് കഴിക്കാൻ പോയതുകൊണ്ട് സ്നാക്ക് വാങ്ങാൻ പറ്റിയില്ല കേട്ടോ. ഞങ്ങളാണെങ്കിൽ നല്ല വിശന്നിട്ടുണ്ടായിരുന്നു. പുറത്തൊന്നും ഫുഡ് കഴിക്കാനും തോന്നിയില്ല. അപ്പം ഞങ്ങൾ അടുത്തുള്ള റിപ്പിളിൻ്റെ തന്നെ അവരുടെ സ്റ്റോറിൽ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയിട്ട്, ഈ കയറി നോക്കുന്ന ഗ്യാപ്പിലെങ്ങാനും അപ്പുറത്തെ ചേട്ടൻ ഫുഡ് കഴിച്ചിട്ട് വന്നാലോ എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ഇവിടെ ടൈം സ്പെൻഡ് ചെയ്തത്. അവിടെ നോക്കി കഴിഞ്ഞപ്പോൾ ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ വെച്ചാൽ ഒരുപാട് വെറൈറ്റികൾ ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യമായിട്ടാണ് ഞങ്ങൾ അവിടെ കയറി. എപ്പോഴും അവിടെ നിന്ന് ചായ കുടിച്ച് പോരലല്ലാണ്ട് ഇവിടെ കയറലുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് 2-3 സാധനങ്ങളൊക്കെ വാങ്ങി കേട്ടോ. അത്യാവശ്യം എക്സ്പെൻസീവ് ഉള്ളതും ഉണ്ട്, അതേപോലെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനങ്ങളും ഉണ്ട് കേട്ടോ. കുറച്ച് തേയിലപ്പൊടിയും അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ വാങ്ങി. പിന്നെ വീണ്ടും ഇനി അടിമാലിക്ക് പോകണം, അതിനുവേണ്ടി ബസ് കയറായിരുന്നപ്പോഴാണ് ഈ മാങ്ങ. ഇതൊക്കെ കഴുകിയിട്ടുണ്ടെന്ന് ഒന്നും അറിയില്ല. പക്ഷെ ഞങ്ങൾ അപ്പം ആ ഒരു ഇതിന് വേണ്ടിയിട്ട് വാങ്ങി. കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, പുളിയും മധുരമൊക്കെ ആയിട്ട്. ഇന്ന് എത്ര ബസ് കയറി ഇറങ്ങിയത് ഞങ്ങൾക്ക് തന്നെ അറിയുന്നില്ല. രാവിലെ ഇറങ്ങിയതായിരുന്നു. അങ്ങനെ ബസ്സിലിരുന്ന് ഉറങ്ങി എണീറ്റപ്പോഴത്തേക്ക് വീണ്ടും അടിമാലി എത്തിയിട്ടോ. വിശപ്പ് മൂത്ത് നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയിട്ട് ഒന്നും നോക്കിയില്ല, ഒരു ബിരിയാണി തന്നെ കഴിച്ചു കേട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നു രണ്ടാൾക്കും. അങ്ങനെ ബിരിയാണി എല്ലാം കഴിച്ച് ഏകദേശം ഇപ്പോഴത്തേക്ക് സമയം വൈകിട്ടായിട്ടുണ്ട് കേട്ടോ. ഒരു 4 മണി 4:30 സമയമായിട്ടുണ്ട്. അങ്ങനെ അവളെ ബസ് കയറ്റി വിട്ട് ബൈ ബൈ പറഞ്ഞു. എനിക്കിനി തിരിച്ച് വീണ്ടും കോതമംഗലത്തിന് വരണം. ഞാനും ബസ് കയറി. അപ്പോൾ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബൈ ഗായ്സ്.